ഹലോ ഗൈസ്, നമ്മുടെ വിജയുടെ ജനനായകൻ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു പോസ്റ്ററാണിത്. സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തെലുങ്കിലെ ബാലയ്യയുടെ സിനിമയുടെ എനിക്കൊന്ന് ഭഗവത് കേസരിയോ അങ്ങനെ എന്തൊരു പടമാണ്, അതിന്റെ റീമേക്കാണ്. പിന്നെ അതണക്ക് തന്നെ അണ്ണന്റെ അവസാനത്തെ പടം റീമേക്ക് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ട്രോളുകളും കമന്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി ഇവരുടെ അണിയറ പ്രവർത്തകർ അന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമല്ല, ഇത് വിജയുടെ പടം ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ട്രോള് വരുന്നത് ഇത് കണക്ക് റീമേക്ക് ആണെന്നൊക്കെ പറഞ്ഞ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം ഒരിക്കലും അങ്ങനെ റീമേക്ക് ഇത് കണക്ക് ഏതെങ്കിലും ഒരു പടത്തിന്റെ കുറച്ച് സീൻസ് ഇതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞ് അത് റീമേക്ക് ആകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ ട്രോളുന്ന ആരും ഈ പടം കണ്ടിട്ടില്ല. പിന്നെ ഒരു ട്രെയിലർ മാത്രം വെച്ചിട്ട് ആ പടത്തിന്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ് ഒരുമാതിരിയുള്ള ഒരു സംഭാഷണങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മുടെ വിജയുടെ അവസാനത്തെ പടമാണ് ഈ ഇറങ്ങാൻ പോകുന്നത്. അപ്പം അത് മാക്സിമം ഹിറ്റ് ആകണം എന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. നമ്മളൊരു വിജയ് ഫാൻ ആണെന്ന് തന്നെ പറഞ്ഞ് തന്നെ പറയാം. ഇത് ഇതിനൊക്കെയുള്ള ട്രോളും ഒക്കെ വന്നാൽ അതങ്ങോട്ട് ഏക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തെ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഇപ്പൊ റീമേക്ക് ആയാലും നമ്മൾ പോയി കാണും, അത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ റീമേക്കിലേക്കൊന്നും പോകാൻ സാധ്യത കുറവാണ്. കാരണം ഒരു ബ്രഹ്മാണ്ഡ നായകന്റെ അവസാന ചിത്രം കൊണ്ടൊന്ന് റീമേക്ക് ആക്കാനുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ട്രോളുന്ന ആരും ഈ പടം കണ്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ട്രോളുമ്പം അതിന്റെ കൂടെ പറയാൻ ഞാനിത് കണ്ടിട്ടുണ്ടെന്നുള്ളത്. എന്തിനാണ് ഇങ്ങനെ വെറുതെ വെറുപ്പിക്കുന്നത്?